നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ 5ാമത്തെ മൊഡ്യൂളിൽ നെക്സ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വെബ്സ്റ്റേഴ്സ് മെത്തേഡ്, സിഗ്നലിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വെബ്സ്റ്റേഴ്സ് മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് 3 മെത്തേഡ് ഉണ്ട്. പക്ഷേ നമ്മളതിൽ വെബ്സ്റ്റേഴ്സ് മെത്തേഡ് മാത്രമാണ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ട്രാഫിക് സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർസെക്ഷനിലാണ്. റോഡ് ഇൻ്റർസെക്ഷൻ്റെ പോർഷനിലാണ് നമ്മൾ ട്രാഫിക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. സിഗ്നലിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് തെളിയുന്ന സമയത്ത് നമ്മൾ വെഹിക്കിൾ പാസ് ചെയ്ത് പോകുന്നത് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ഒരു സിഗ്നലിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, റെഡ് കളർ വരുന്ന ടൈമിൽ ഇങ്ങനെ സെക്കൻഡ്സ്, ഇത്ര സെക്കൻഡ്സ് എന്നിങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ റെഡ് കളർ, ഗ്രീൻ കളർ, യെല്ലോ കളറും ഇതിനകത്ത് സിഗ്നലിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ഇൻ്റർസെക്ഷനിൽ, ഒരു സിഗ്നൽ ഇല്ലാതെ പാസ് ചെയ്ത് പോകേണ്ടി വരുന്ന ഒരു ഇൻ്റർസെക്ഷനിൽ, മെയിനായിട്ട് സിമ്പിൾ ഇൻ്റർസെക്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലെയർഡ് ഇൻ്റർസെക്ഷനൊക്കെ പറഞ്ഞ സമയത്ത് അതുപോലെ ഒരു ഇൻ്റർസെക്ഷനിൽ രണ്ട് റോഡുകൾ ഇങ്ങനെ 90 ഡിഗ്രിയിലോ അല്ലെങ്കിൽ എങ്ങനെയോ ആയിക്കോട്ടെ, 2 റോഡുകൾ പാസ് ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ മെയിനായിട്ടൊരു ജംഗ്ഷനും ആ ഒരു ജംഗ്ഷനിൽ നിന്ന് 4 റോഡുകളും നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു കേസൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരു സിഗ്നലിൻ്റെ ആവശ്യം മെയിനായിട്ട് വരുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒരു ട്രാഫിക് ഐലൻഡൊന്നും ഇല്ലാത്തൊരു കേസിൽ. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷനിലൂടെ വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ട്രാഫിക് ജാമിനുള്ള ചാൻസും ആക്സിഡൻറ്റിനുള്ള ചാൻസും ഒക്കെ കൂടുതലാണ്. അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഡിലേ വരും. നമ്മുടെ ടൈമെല്ലാം നമുക്ക് ഒരുപാട് ഡിലേ വരുന്ന ഒരു, അതുപോലെ തന്നെ ഈ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെഹിക്കിൾ ലോസും അതുപോലെ മനുഷ്യനും അപകടങ്ങളെല്ലാം സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സിഗ്നൽ ഒരു ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജസ് മാത്രമല്ല ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. ആദ്യം നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻ ഓർഡർലി മൂവ്മെൻറ്റ് ഓഫ് ട്രാഫിക്കിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും ഒരു ഓർഡറിൽ തന്നെ, അതായത് കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലോയിലുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ പോസിബിൾ ആക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു വെഹിക്കിൾ പാസ് ചെയ്ത് പോയി അതിനെ ഓവർടേക്ക് ചെയ്തെടുത്തത് ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചൊക്കെ വരുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു ഓർഡർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് വെഹിക്കിൾസിന് അവിടെ പോസിബിൾ ആക്കാൻ സിഗ്നൽ കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻക്രീസ് ദി കപ്പാസിറ്റി ഓഫ് ദ ഇൻ്റർസെക്ഷൻ. ഒരു ഇൻ്റർസെക്ഷൻ വരുമ്പോൾ ആ ഇൻ്റർസെക്ഷനിൽ ഈ വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്നത് ഈ ഓർഡർലി മൂവ്മെൻറ്റിലായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു ഇൻ്റർസെക്ഷൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂടുതലാണെന്ന് പറയാൻ പറ്റും. അതിന് പകരം അവിടെ ഒരു സിഗ്നൽ ഇല്ലാതെ എല്ലാം ഒന്നിച്ച് വന്നിങ്ങനെ ജാമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അവിടെ ഈ ഒരു ഇൻ്റർസെക്ഷൻ്റെ കപ്പാസിറ്റി കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് റിക്വയർസ് ഓൺലി സിമ്പിൾ ജിയോമെട്രിക് ഡിസൈൻ. അതായത് ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുമ്പം ആ സിഗ്നലിന് ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സിമ്പിൾ ജിയോമെട്രിക് ഡിസൈൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് ഒരു സിഗ്നലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കിനി ഒരു സിഗ്നലൈസ്ഡ് ഇൻ്റർസെക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇറ്റ് അഫക്ട്സ് ലാർജർ സ്റ്റോപ്ഡ് ഡിലേസ് ആൻഡ് ദ ഡിസൈൻ റിക്വയർസ് കോംപ്ലക്സ് കൺസിഡറേഷൻസ്. അതായത് സിഗ്നലിന് ഒരു ജിയോമെട്രിക് ഡിസൈൻ, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനൊന്നും നമുക്ക് വേണ്ട. പക്ഷേ ആ ഒരു സിഗ്നൽ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കോംപ്ലക്സ് കൺസിഡറേഷൻസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിഗ്നൽ ഡിസൈൻ കിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ, അത് സ്റ്റോപ്ഡ് ഡിലേസ് കൂടുതലായിരിക്കും. പിന്നെ although the overall delay may be lesser than the rotary for a high volume, a user is more concerned about the stopped delay. അതായത് ഒരു റോട്ടറി ഇൻ്റർസെക്ഷനിൽ വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം സത്യത്തിൽ എടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത്ര പോലും ടൈം നമ്മൾ സിഗ്നലൈസ്ഡ് ഇൻ്റർസെക്ഷനിൽ വേണ്ടി വരുന്നില്ലെങ്കിൽ പോലും ഡ്രൈവർ എപ്പോഴും ആ ഒരു സ്റ്റോപ്ഡ് ഡിലേനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരുപാട് സമയമുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോകണമെങ്കിൽ, ഈ സിഗ്നലിൽ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഈ റെഡ് കളറൊന്ന് പോകണമെങ്കിൽ ഇനി കുറച്ചും കൂടി സെക്കൻഡ്സ് വേണം. അങ്ങനെയൊക്കെ ഒരു ചിന്ത ഡ്രൈവറുടെ മൈൻഡിൽ വരാനുള്ള ചാൻസ് ഇതിൽ കൂടുതലാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു റോട്ടറി ഇൻ്റർസെക്ഷനിൽ, സിഗ്നൽ ഇല്ലാത്തൊരു ഇൻ്റർസെക്ഷനിൽ, നമ്മൾ റോട്ടറി ഇൻ്റർസെക്ഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ടേം തന്നെ യൂസ് ചെയ്യുന്നത്. ആ റോട്ടറി ഇൻ്റർസെക്ഷനിൽ വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പോൾ അത്ര പതുക്കെ മാത്രമേ വെഹിക്കിൾ പാസ് ചെയ്ത് പോവുള്ളൂ. സോ ഈ ഒരു സിഗ്നൽ ടൈമിനേക്കാൾ കൂടുതൽ ടൈം നമുക്കവിടെ ഡിലേ വരുന്നുണ്ട് ആക്ച്വൽ കേസിൽ.
ബട്ട് എപ്പോഴും ഈ ഒരു ഡ്രൈവർ ഇതിനെക്കുറിച്ച് മോർ കൺസേൺഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. ഇനി ഡയറക്റ്റായിട്ട് ഞാൻ ഈ ഒരു സിഗ്നൽ ഡിസൈനിലേക്ക് പോവുകയാണ്. സിഗ്നൽ ഡിസൈൻ മെയിനായിട്ട് നമുക്ക് 3 ടൈപ്പ് ആണ് കോമൺ ആയിട്ട് പറയുന്നത്. ട്രയൽ സൈക്കിൾ മെത്തേഡ്, വെബ്സ്റ്റേഴ്സ് മിനിമം ഡിലേ മെത്തേഡ് ആൻഡ് IRC മെത്തേഡ്. നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് വെബ്സ്റ്റേഴ്സ് മിനിമം ഡിലേ മെത്തേഡാണ് പഠിക്കാനുള്ളത്. സോ അതുകൊണ്ട് ഞാൻ വെബ്സ്റ്റേഴ്സ് മിനിമം ഡിലേ മെത്തേഡിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. ഡയറക്റ്റായിട്ട് ആ ഒരു മെത്തേഡിലേക്ക് പോവുകയാണ്. In this method, the optimum signal cycle corresponding to the minimum total delay to the traffic at the signalized intersection is obtained after detailed studies of cycle time and delay vis-a-vis the traffic volumes approaching the intersection. And this is considered to be a rational approach as it has a mathematical basis. ഒരു കറക്റ്റ് മാത്തമാറ്റിക്കൽ ബേസ് വെച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു കറക്റ്റ് ഒരു റാഷണൽ അപ്രോച്ചായിട്ട് നമുക്കിതിനെ പറയാൻ പറ്റും. ഇനി ആ ഒരു ഏരിയയിൽ വരുന്ന പാസഞ്ചർ കാർ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട്, അതായത് ആ ഒരു ഇൻ്റർസെക്ഷനിൽ വരുന്ന പാസഞ്ചർ കാർ യൂണിറ്റിൻ്റെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയ ശേഷമാണ് നമുക്ക് ഈ ഒരു സിഗ്നൽ അവിടെ ഈ ഒരു ഏതൊരു ഇൻ്റർസെക്ഷനിലും സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു പാസഞ്ചർ കാർ യൂണിറ്റ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിട്ട് അതിനെ ഒരു മാത്തമാറ്റിക്കൽ ബേസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് വെബ്സ്റ്റേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് മിനിമം ഡിലേ മെത്തേഡാണ്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ സാച്ചുറേഷൻ ഫ്ലോ, ഇത് ഇങ്ങനെ വായിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസൈൻ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. പക്ഷേ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റെപ്സ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും എന്താണ് എങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇതിങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് നിങ്ങൾ വായിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഡിസൈൻ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കില്ല ചോദിക്കുക. വെബ്സ്റ്റേഴ്സ് മെത്തേഡ് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് എഴുതാനൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. സോ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ വായിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഇത് കാര്യമായിട്ട് നോക്കാം. Okay, the saturation flow of traffic S1, S2 on the approach roads are obtained from field studies by noting the number of vehicles in the stream of flow during the green aspect and the corresponding time interval. Okay, അതായത് ആ ഒരു അപ്രോച്ച് റോഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന ട്രാഫിക് ഫ്ലോ ഇൻ പാസഞ്ചർ കാർ യൂണിറ്റിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. നമ്പർ ഓഫ് വെഹിക്കിൾസ് എന്നുള്ള ലെവലിൽ S1, S2 എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡേറ്റ ദ വാല്യൂസ് ആർ ഡിറ്റർമൈൻഡ് യൂസിങ് RRL റെക്കമെൻഡേഷൻസ് ഓൾറെഡി ഗിവൺ അണ്ടർ ദ ഡെഫിനിഷൻ ഫോർ സാച്ചുറേഷൻ ഫ്ലോ. അതായത് ഇതിന് ഡേറ്റ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ RRL റെക്കമെൻഡേഷനിൽ നിന്ന് ഈ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ദ നോർമൽ ഫ്ലോ Q1, Q2 on the approach roads during design peak hour traffic are also obtained from the field observations. Field observationsil നിന്ന് ഡിസൈൻ നോർമൽ ഫ്ലോയിലുള്ള Q1, Q2 ആ പാസഞ്ചർ കാർ യൂണിറ്റ് എല്ലാം നമുക്ക് കിട്ടും ഡ്യൂറിങ് ഡിസൈൻ പീക്ക് അവേഴ്സ്. നെക്സ്റ്റ് ഈസ് ദ റേഷ്യോസ് Y1 ക്യാപിറ്റൽ Y1 is equal to Q1 by capital Y അല്ല, small y1 is equal to Q1 by S1, small y2 is equal to Q2 by S2, അങ്ങനെ y3 is equal to Q3 by S3 അങ്ങനെ പോകും. ഇനിയിപ്പോൾ നമുക്ക് നോർത്ത് സൗത്ത് നോക്കിയാണ് തന്നിരിക്കുന്നതെങ്കിൽ, നോർത്ത് ഡയറക്ഷനിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ YN ഈക്വൽ ടു QN by SN എന്ന് എഴുതും. അതുപോലെ ഈസ്റ്റിലുള്ളതാണെങ്കിൽ YE is equal to QE by SE എന്ന് എഴുതും. ഓക്കെ, ആ നൊട്ടേഷൻസ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഈ റേഷ്യോ നമ്മൾ ഓർക്കണം. Y1 is equal to Q1 S1, Y2 is equal to Q2 S2, Y3 is equal to Q3 S3 അങ്ങനെ. In the case of mixed traffic, all the Q and S values are to be obtained after converting to equivalent passenger car values, കാർ യൂണിറ്റിൻ്റെ വാല്യൂസ്. അതായത് മിക്സഡ് ട്രാഫിക് ആണെങ്കിൽ നമ്മളവിടെ ഇത് ഇക്വാലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ. നമ്മൾക്കറിയാം ഇക്വാലൻ്റ് ആയിട്ട് നമ്മൾ പല കോൺക്രീറ്റിൻ്റെ ഡിസൈനിലാണെങ്കിലെല്ലാം ഇക്വാലൻ്റ് ഡിസൈൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, സെക്ഷനൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഇതിന് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇക്വാലൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം അവിടെ അപ്ലൈ ചെയ്യാൻ. ദ ഒപ്റ്റിമം സിഗ്നൽ സൈക്കിൾ C0 is given by C0 is equal to C0 അല്ല CO
CO optimum, CO is equal to 1.5 L plus 5 by 1 minus Y. Here L is the total lost time per cycle in seconds and is equal to N L plus R, where N is the number of phase based on the traffic signal installation on the approach road, and L is the lost time for the phase as defined in lost time earlier, and R is the all read time in seconds. If capital Y is equal to small y1 plus y2 plus y3, then g1 is equal to y1 by y into CO minus L. അതുപോലെ g2 is equal to y2 by y into CO minus L. ഇനിയിപ്പോൾ g3 ഉണ്ടെങ്കിൽ g3 is equal to y3 by y into CO minus L. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പം നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു ക്യാപിറ്റൽ വൈ അല്ല സ്മോൾ വൈ ഇസ് ഈക്വൽ ടു Q1 ബൈ S1. അങ്ങനെയാണെങ്കിൽ ഇനി CO ഒപ്റ്റിമം ഇതിൽ പറയുന്ന ഒപ്റ്റിമം സിഗ്നൽ സൈക്കിൾ കാണാൻ വേണ്ടിയിട്ട് CO is equal to 1.5 L plus 5 by 1 minus y എന്ന് പറഞ്ഞു. ഈ എല്ലിൻ്റെ വാല്യൂ ആണ് പറയുന്നത് NL plus R. അതുപോലെ y is equal to ക്യാപിറ്റൽ Y is equal to y1 plus y2 plus y3 എത്രയാണോ ഉള്ളത് അത്. ഇനി അതിനനുസരിച്ചിരിക്കും നമ്മുടെ G1 G2 എന്ന് പറയുന്നത് ഗ്രീൻ ടൈമാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടൈം G1, 2 ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ G1 G2 ഉണ്ടാവുള്ളൂ. 3 ഫേസ് 4 ഫേസ് അങ്ങനെയൊക്കെ വരുന്നതിനനുസരിച്ചാണ് ഇത് മാറുന്നത്. സോ G1 is equal to y1 by y, അതായത് സ്മോൾ y1 by ക്യാപിറ്റൽ Y ഇൻറ്റു CO മൈനസ് L. അതുപോലെ G2 is equal to y2 by y ഇൻറ്റു CO മൈനസ് L. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു CO കാണാനുള്ള ഒപ്റ്റിമം സിഗ്നൽ സൈക്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് സ്യൂട്ടബിൾ ആംബർ ടൈംസ്, ദ ടൈംസ് ഓഫ് റെഡ്, ഗ്രീൻ ആൻഡ് ആംബർ ആസ്പെക്ട്സ് ആർ ഒബ്റ്റെയിൻഡ്. ആംബർ ടൈം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. യൂഷ്വലി അത് 4 seconds 2 seconds എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ഇഫ് ദർ ആർ പെഡസ്ട്രിയൻ സിഗ്നൽസ്, the walk and don't walk time can also be calculated based on the red aspect time on particular road and extra times for starting delays. The result may be summarized in the form of timing diagram or phasing diagram. റിസൾട്ട് നമ്മളൊന്നെങ്കിൽ ഫേസിംഗ് ഡയഗ്രാം ആയിട്ടോ ടൈമിംഗ് ഡയഗ്രാം ആയിട്ടോ സമ്മറൈസ് ചെയ്യും. ഇനി ഇത് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഫേസിംഗ് ഡയഗ്രാം ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ ഒരു സിഗ്നലും ആണ്. സോ ഇവിടെ സ്റ്റോപ്പാണ്, ഈ ഒരു ഏരിയയിലും സ്റ്റോപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടേക്കുള്ള വെഹിക്കിൾ പാസിങ്ങും ഇങ്ങോട്ടേക്കുള്ള വെഹിക്കിൾ പാസിങ്ങും മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി ഈ കേസിലാണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള പാസിങ്ങും അതുപോലെ ഇങ്ങോട്ടേക്കുള്ള പാസിങ്ങും അവിടെ റെഡ് ടൈമാണ്. സോ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റ്, ഈ ഒരു ഡയറക്ഷനിലേക്കും ഈ ഒരു ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ പൊതുവേ സിഗ്നലിൽ കാണുന്നതാണ്, ഇങ്ങനെ രണ്ട് സൈഡിലേക്കുള്ള വെഹിക്കിൾ മാത്രം പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇത് പെഡസ്ട്രിയൻ ഫേസ്, അപ്പോൾ എല്ലാ മൂവ്മെൻറ്റും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെഡസ്ട്രിയൻ ഫേസിനുള്ള ടൈമാണ്. ഓക്കെ, ഇതാണ് ഒരു ടിപ്പിക്കൽ ഫേസിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ വെബ്സ്റ്റേഴ്സ് മെത്തേഡിൻ്റെ തിയറി. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പം ഈ വെബ്സ്റ്റേഴ്സ് മെത്തേഡ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ പ്രോബ്ലം ഇതാണ്. നോർമൽ ഫ്ലോ ഓഫ് എ ട്രാഫിക് ക്രോസ് റോഡ് A and B ആർ 400 and 250 passenger car unit per hour. The saturated flow is 1250 and 1000 passenger car unit per hour. The red time is 12 seconds. Design a two-phase traffic signal. അപ്പോൾ ട്രാഫിക് സിഗ്നലിൻ്റെ ഡിസൈനിൽ 2 phase ആണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. സോ N is equal to 2. ഇനി നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് നിന്ന് Q1 Q2 എന്ന് പറയുന്ന വാല്യൂസ് എല്ലാം 400 250 എന്നിങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. 2 റോഡുകളാണുള്ളത്, ക്രോസ് റോഡ്സ് A and B. ഇനി S1ഉം S2ഉം അതായത് സാച്ചുറേറ്റഡ് ഫ്ലോ അത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് റോഡിൻ്റെത് അതായത് 400-ന് റെസ്പെക്റ്റീവായിട്ടുള്ളത് 1250-യും അതുപോലെ 250-ക്ക് റെസ്പെക്റ്റീവായിട്ടുള്ളത് 1000. സോ സ്മോൾ y1 is equal to Q1 by S1, അതായത് 400 by 1250. ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോ ആണ് നമ്മൾ എഴുതുന്നത്. y1 is equal to Q1 by S1. അത് നമുക്ക് 0.32 എന്ന് കിട്ടും.
നെക്സ്റ്റ് y2 is equal to Q2/S2, അതായത് 250/1000, അതായത് അത് നമുക്ക് 0.25 എന്ന് എഴുതാം. ഇനി ക്രിട്ടിക്കൽ റേഷ്യോ ക്യാപിറ്റൽ Y is equal to y1 plus y2. ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് y1 plus y2 that is equal to 0.57. ഇനി ടോട്ടൽ ടൈം പെർ സൈക്കിൾ ഇൻ സെക്കൻഡ്, total lost time per cycle in second, L is equal to 2n plus r. r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡ് ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12 seconds. n നമുക്കറിയാം 2. സോ L is equal to 2n plus r, that is 2 into 2 plus 12, അതായത് 16 സെക്കൻഡ്. ഒപ്റ്റിമം സിഗ്നൽ സൈക്കിൾ, the duration of signal CO is given by CO is equal to 1.5 L plus 5 by 1 minus y. ഇനി എല്ലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, വൈയുടെ വാല്യൂവും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1.5 into 16 plus 5 by 1 minus 0.57 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.68 seconds. അതായത് ടോട്ടൽ ഒരു ഫേസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 68 സെക്കൻഡാണ്. ഓക്കെ, ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 68 സെക്കൻഡാണ്, 0.068 സെക്കൻഡ് അല്ല, വെറും 68 സെക്കൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതിവിടെ ഒന്ന് ശ്രദ്ധിക്കുക. CO is equal to 0.68 സെക്കൻഡാണ്, 0.68 സെക്കൻഡ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 68 സെക്കൻഡ് തന്നെയാണ് കറക്റ്റ്. എഴുതിയതിൽ പറ്റിയ മിസ്റ്റേക്കാണ്, സോറി. ഇനി നെക്സ്റ്റ് ഗ്രീൻ ടൈം ഈസ് ഗിവൺ ബൈ G1 is equal to small y1 by y into CO minus L, അതായത് 0.32 by 0.57 into 68 minus 16, that is equal to 29 സെക്കൻഡ് എന്ന് കിട്ടും. അതുപോലെ G2 is equal to small y2 by capital Y into CO minus L, അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 23 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ആംബർ ടൈം തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 2 സെക്കൻഡ് എന്ന് കൊടുക്കും. അത് ആംബർ ടൈം ഇസ് ഈക്വൽ ടു 2 സെക്കൻഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിനി ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിനകത്ത് G1 is equal to 29 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. 68 സെക്കൻഡാണ് ടോട്ടൽ ഒരു ഫേസ്. അപ്പോൾ G1 is equal to 29 സെക്കൻഡ്, ആംബർ ടൈം 2 സെക്കൻഡ്, റെഡ് ടൈം 12 സെക്കൻഡാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് R is equal to 25 സെക്കൻഡ്. അതുപോലെ G2 എന്ന് പറയുന്നത് 23 സെക്കൻഡാണെന്ന് പറയുന്നുണ്ട്. ആംബർ ടൈം 2 സെക്കൻഡ്, റെഡ് ടൈം 12 സെക്കൻഡ്. അപ്പോൾ RB is equal to നമുക്ക് 31 സെക്കൻഡ് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈം വരിക. ഈ ഒരു സിഗ്നലിൻ്റെ 2 ഫേസ്, അതിൽ ടൈം ഇങ്ങനെയാണ് വരിക. ഇത് നിങ്ങൾക്കുള്ളൊരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. എ ഫിക്സഡ് ടൈം 2-phase സിഗ്നൽ ഈസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് ആൻ ഇൻ്റർസെക്ഷൻ ഹാവിംഗ് 4 arms. ദ ഡിസൈൻ അവർ ട്രാഫിക് ആൻഡ് സാച്ചുറേഷൻ ഫ്ലോ ആർ ഗിവൺ. അത് തന്നിട്ടുണ്ട്. ഡിസൈൻ അവർ ഫ്ലോ പാസഞ്ചർ കാർ യൂണിറ്റ് പെർ അവറിൽ, അതുപോലെ സാച്ചുറേഷൻ ഫ്ലോയും തന്നിട്ടുണ്ട്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ളത്. ടൈം ലോസ്റ്റ് പെർ ഫേസ് ഡ്യൂ ടു സ്റ്റാർട്ടിംഗ് ഡിലേ ഇസ് 2 seconds ആൻഡ് ഓൾ റെഡ് പീരീഡ് ഇസ് 4 seconds. ഡിസൈൻ 2-phase ട്രാഫിക് സിഗ്നൽ യൂസിങ് വെബ്സ്റ്റേഴ്സ് മെത്തേഡ്. ഡ്രോ ദ ഫേസ് ഡയഗ്രാം ഓൾസോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഡയഗ്രത്തിന് നമുക്ക് ഫേസ് ഡയഗ്രം എന്നും പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ടൈമിലോ അല്ലെങ്കിൽ ഫേസ് ആയിട്ടൊക്കെ കാണിക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് മുന്നേ കാണിച്ച ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഫേസ് ഡയഗ്രാം പോലൊരു ഡയഗ്രാം നിങ്ങളിതിൽ വരയ്ക്കണം. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതാണ് വെബ്സ്റ്റേഴ്സ് മെത്തേഡ് വഴി നമ്മൾ സിഗ്നൽ ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതെടുക്കാം. ഓക്കെ, താങ്ക് യു.